ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കിട്ടിയ തിരിച്ചടി, അതുപോലെ തന്നെ കോൺഗ്രസിന് കിട്ടിയ മേൽക്കൈ, ഇത് സർവേകളിൽ അടുത്തു വരുന്നത് UDFന്റെ ഭരണമാണ് എന്നുള്ള പ്രവചനം, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ കോൺഗ്രസ് അഹങ്കാരത്തിന്റെ അങ്ങറ്റമായി. മുഖ്യമന്ത്രിയാകാൻ മിനിമം 5 പേർ, കൂടാതെ ലോകസഭയിൽ നിന്നും നിയമസഭയിലേക്ക് വരാൻ കച്ചകെട്ടി ഇറങ്ങി 8-10 പേർ. ഇപ്പോഴുള്ള അനുകൂല സാഹചര്യം കൊണ്ട് കളഞ്ഞു കുളിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി മാരത്തോൺ ചർച്ചകൾ കഴിഞ്ഞിട്ടും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. കിട്ടിയ സ്ഥാനം വിട്ടുകൊടുക്കാൻ നേതാക്കന്മാർക്ക് വലിയ വിഷമം. എല്ലാ സ്ഥാനങ്ങളും അവർക്ക് വേണ്ടി മാത്രം മുദ്രകുത്തി വച്ചിരിക്കുന്നു. ബാക്കിയുള്ള അണികളും മറ്റ് നേതാക്കന്മാരും വെറുതെ പ്രവർത്തിച്ചാൽ മതി, അണികളായി നിന്നാൽ മതി, വോട്ട് പിടിക്കാനായി മാത്രം നിന്നാൽ മതി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പുത്തരിയല്ല. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അടിയും തമ്മിലടിയും കത്തിക്കുത്തുമായി സ്ഥാനാർത്ഥി നിർണയം നീളും. ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി. കേരളത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 14 MP-മാരുണ്ട്. അതിൽ 9 പേർക്കും നിയമസഭയിലേക്ക് മത്സരിക്കണം. എങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് ലോകസഭാ സീറ്റിലേക്ക് പോയത്, അവിടെ മത്സരിച്ചത്? പൊതുജനത്തിന്റെ പൈസ ഇവർ ചിലവാക്കിച്ചതെന്തിന്? ഇനി ഇവർ നിയമസഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു എന്ന് വിചാരിക്കുക, ലോകസഭയിലേക്ക് വീണ്ടും ഒരു ഇലക്ഷൻ, അവിടെയും പൊതുഖജനാവിൽ നിന്നുള്ള പണത്തിന്റെ നഷ്ടം. ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. മത്സരിക്കാൻ താല്പര്യമുള്ള സാധാരണ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അവസരം നിഷേധിക്കുക, കിട്ടുന്നതെല്ലാം ഒന്നിച്ച് ഒന്നോടെ മൂടോടെ വിഴുങ്ങുക. അതല്ലാതെ ഈ നേതാക്കന്മാരുടെ ലക്ഷ്യം മറ്റെന്താണ്? പൊതുജന സേവനമാണോ? പൊതുജന സേവനമാണെങ്കിൽ MP ആയിരുന്നു കൊണ്ട് സേവിച്ചാൽ പോരെ, ഇങ്ങ് നിയമസഭയിലേക്ക് തന്നെ വീണ്ടും വരണമോ? 5, 6, 8, 10 തവണ മത്സരിച്ചവരാണ് വീണ്ടും മത്സരത്തിന് തയ്യാറെടുക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അലോസരം ചില്ലറയല്ല, നേതൃത്വത്തിനും അണികളിലും. MP-മാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് വരുന്നതിന് തയ്യാറെടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഭരണം മാറും എന്നൊരു ധാരണ അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഹൈക്കമാൻഡ് അതിന് തയ്യാറല്ല. MP-മാരിൽ ഒരാൾ പോലും മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ നിന്നും ഹൈക്കമാൻഡ് പിന്നോട്ട് പോയിട്ടില്ല. ഒരാൾക്കെങ്കിലും അവസരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ തീർച്ചയായും അരയും തലയും മുറുക്കി രംഗത്തെത്തും. ചർച്ചകൾക്കായി ഡൽഹിയിൽ കൂടിയ നേതാക്കന്മാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി തീർത്തിരിക്കുന്നത് K. സുധാകരനാണ്. ഇന്ന് ഒരല്പം അയങ്ങിയിട്ടുണ്ട് എങ്കിലും ചൂണ്ടിക്കാട്ടുന്ന ആളിന് സീറ്റ് കൊടുത്താൽ മതി എന്ന മൃദു നിലപാടിലേക്ക് സുധാകരൻ ഇപ്പോൾ എത്തുന്നതിന് കാരണം ഹൈക്കമാൻഡിന്റെ കടുംപിടുത്തം തന്നെ. MP-മാരിൽ ആരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം. MP-മാർ ആ സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ പൊതുഖജനാവിനുണ്ടാകുന്ന നഷ്ടമൊന്നും ഇവർക്കാർക്കും പ്രശ്നമല്ല. സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം ഇവർക്ക് തോന്നിയതുപോലെ കൈയിട്ട് വാരാനും കളിക്കാനുമുള്ള അവസരമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും രാജ്യം ഇതിനെതിരെ നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു. കോടതികൾ മുന്നിട്ട് വരേണ്ടിയിരിക്കുന്നു. ഒരു സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചയാൾ ആ സ്ഥാനത്തിനുള്ള കാലാവധി തീരുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥാനത്തേക്ക് രാജിവെച്ച് മത്സരിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമുണ്ടാകണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അത് നടപ്പിലാക്കുകയും വേണം. രാജിവെച്ചിറങ്ങുന്നയാളിന് മിനിമം അടുത്ത 5 വർഷത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഇല്ലാതാക്കണം. ആ രീതിയിലുള്ള നിയമം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ നടപടികൾക്ക് തടയിടാൻ കഴിയൂ. അല്ലെങ്കിൽ ഇങ്ങനെ മത്സരിക്കുന്നവരിൽ നിന്ന് അങ്ങനെയുള്ള ഇലക്ഷന് വേണ്ടി വരുന്ന മുഴുവൻ ചിലവും ഈടാക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണം. അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമായി മാറണം. അതെങ്ങനെ നടക്കും? ഇങ്ങറ്റം പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ അങ്ങറ്റം കേന്ദ്രത്തിൽ വരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണിത്. സ്ഥാനങ്ങൾ വച്ചുമാറുക അല്ലെങ്കിൽ രാജിവെച്ച് അടുത്ത സ്ഥാനത്തേക്ക് മത്സരിക്കുക. ഇത് രാജ്യത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ചില്ലറയല്ല. തീർച്ചയായും അതിനെതിരെ ജനം പ്രതികരിക്കണം. അങ്ങനെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായാലും ഒന്നടങ്കം തോൽപ്പിക്കുന്നതിനുള്ള ആർജവം ജനത്തിനുണ്ടാകണം. നിങ്ങളുടെ സഹകരണമാണ് ഈ ചാനലിന്റെ വളർച്ച. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഉടൻ.